എടി നീ അത് കണ്ടോ? നീ ഇങ്ങോട്ട് വാ. ആന്റി ആന്റി എന്നെ ഹെൽപ്പ് ചെയ്യണേ. എന്താ മോളെ? രണ്ട് അങ്കിൾമാർ എന്റെ പിന്നാലെ വരുന്നുണ്ട്. ആരാടാ നിങ്ങളൊക്കെ? എന്റെ പെങ്ങളുടെ മോളാണിത്. ചെരിപ്പൂരി അടിക്കും ഞാൻ. എന്തിനാടാ ഇങ്ങനെയൊക്കെ കള്ളം പറയണേ? ഇത്രയും തടി മണ്ണൊക്കെ ഉണ്ടല്ലോ. പോയി വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ നിനക്കൊക്കെ? ഇനി ഇതുപോലെ കള്ളം പറഞ്ഞ് ഞാൻ അടിച്ചതിന്റെ പല്ല് ഞാൻ കൊഴിക്കും. നായ്ക്കള്. മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല ആന്റി. മോളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആന്റി കൊട്ടാരത്തിൽ വന്നിട്ടുണ്ടോ? ഓ, നീ ആ കൊട്ടാരത്തിലെ കുട്ടിയാണല്ലേ? അതെ ആന്റി. എന്തിനാ മോളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തനിച്ച് വന്നേ? ഞാൻ കണ്ണഴുകമ്മയെ കാണാൻ വേണ്ടി വന്നതാ. അങ്ങോട്ടേക്ക് കൊണ്ടുപോവാന്നും പറഞ്ഞ് അവരെന്നെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കിയതാ. ഭാഗ്യം കൊണ്ട് ഞങ്ങളിപ്പോ കണ്ടേ. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ണഴുകിയമ്മയെ കാണണം. എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ ആന്റി. കണ്ണഴകിയമ്മ കാണോ മോൾക്ക്? വാ, ഞാൻ കൊണ്ടുപോവാലോ. എന്താ ഗംഗേ, എന്തു പറ്റി? ഗംഗേ, അത് നന്ദിനി തന്നെയാണെന്നാ തോന്നുന്ന മോളെ. നമ്മൾ അവൾക്കെതിരെ സ്വാമിയെ കാണാൻ വന്ന കാര്യം മനസ്സിലാക്കി അവൾ ഇങ്ങോട്ടേക്ക് വന്നതാ. ഇനി നമുക്ക് ആ സ്വാമിയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാ, നമുക്ക് പോവാം മോളെ. നമ്മൾ എന്തിനു നന്ദിനെ പേടിച്ച് പിന്മാറണം? നമ്മുടെ ആവശ്യം നന്ദിനെ കൊല്ലാന്നുള്ളതല്ലേ? വാങ്ങളെ, അവൾ ഇനി വെറുതെ വിടുന്നതിൽ അർത്ഥമില്ല. ഗംഗേ, നീ ജീവന് തുല്യം സ്നേഹിച്ച നിന്റെ അച്ഛനെ ഞാൻ കൊന്നുകളഞ്ഞിട്ടും നിനക്ക് മതിയായില്ല അല്ലേ? ഈ ഉലകത്തിലുള്ള ആർക്കും തന്നെ എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ഇനിയും നീ മനസ്സിലാക്കിയിട്ടില്ലേ? നീ കാണാൻ വന്ന ആ സ്വാമിയുടെ മരണം അടുത്തു കഴിഞ്ഞു ഗംഗേ. ഏയ് നന്ദിനി, നിനക്ക് ആര് വേണമെങ്കിലും കൊല്ലാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കൈകൊണ്ട് തന്നെയാണ് നിന്റെ മരണം. അയ്യോ ഗംഗേ, നീ ഇതൊന്നും നിർത്തന്റെ മോളെ. ആ നന്ദിനിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? നമ്മളോടുള്ള ദേഷ്യത്തിന് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ ആ സ്വാമി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാപവും കൂടി വേണോ? ഞാൻ പറയുന്ന കേക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് വെളിയിൽ പോവാം. വാ ഗംഗേ. വീടാങ്കളെ, അവൾ എന്നെ അങ്ങ് കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ. എന്റെ മോളെ അവളോട് മത്സരിച്ച് നിൽക്കാനുള്ള സമയമില്ലത്. വാ. എടി നന്ദിനി, എന്റെ അച്ഛനെയും അരുണേട്ടന്റെ അച്ഛനെയും കൊന്നു കളഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഗംഗേ, നീ ഇങ്ങനെ വെല്ലു വിളിച്ചോണ്ട് നിന്നാ അവള് നിന്നെ വന്നു വല്ലതും ചെയ്യും മോളെ. മിണ്ടാതെ ഇങ്ങോട്ട് വന്നേ. വാ, വരാൻ. ഗംഗേ, വരാൻ. ഗംഗേ, ഇങ്ങോട്ട് നീ നിൽക്ക്. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എന്തു പറ്റി മോളെ? എന്തോ കടിച്ച പോലെ തോന്നി. കടിച്ചെന്തോ? അതെ അങ്കിളെ, എന്തോ കടിച്ചിട്ടുണ്ട്. അയ്യോ, നന്ദിനി ആയിരിക്കും മോളെ കടിച്ചത്. വിഷം പടരുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്ക് വാ. നീ വാ, പറയുന്ന കേക്ക്. വാശി പിടിക്കല്ലേ? വരാനല്ലേ പറഞ്ഞേ? എന്താ മോളെ, വല്ലാണ്ട് വേദനിക്കുന്നുണ്ടോ? ഗംഗേ, നന്ദിനിയുടെ പല്ല് പതിഞ്ഞിരിക്കുന്ന കണ്ടോ മോളെ? നീ കണ്ടില്ലേ? അവിടെ തന്നെയാ. അമ്മേ, ചേച്ചി, ഈ മോള് കണ്ണഴകിയമ്മ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. അയ്യോ, ഇതെന്താ ഇത്? മുഖമൊക്കെ ആകെ മുറിഞ്ഞിരിക്കുന്നേ. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കാല് തട്ടി താഴെ വീണതാ. അടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു ഞങ്ങള്. ദേവസേനെ, നീ എന്തിനാ തനിച്ചിങ്ങോട്ടേക്ക് വന്നേ? അതൊക്കെ പറയാം.
ചേച്ചി ധർമ്മജൻ അങ്കിളിന്റെ കൂടെ പോയതല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ വന്നേ? അതല്ലല്ലോ ഞാൻ ചോദിച്ചേ. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അതിനുത്തരം പറ. ഗംഗ ചേച്ചി അച്ഛനെയും കൊല്ലാൻ പോവാന്ന് ധർമ്മജൻ അങ്കിൾ പറയുന്നത് കേട്ടു ഞാൻ. അച്ഛനെ ഫോൺ ചെയ്ത് നോക്കിയതാ, അച്ഛൻ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ടാ ചേച്ചി അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണഴിക്കാമ്മയെ കാണാൻ വേണ്ടി വന്നത്. ഏതായാലും ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ. അല്ല, ചേച്ചി എങ്ങനെ രക്ഷോട്ടെ? അത് ആ ധർമ്മജൻ ഗംഗയെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കാണെന്നാ തോന്നുന്നേ. ചോദിച്ച കേട്ടില്ലേ? എങ്ങനെ രക്ഷപ്പെട്ടേന്ന് പറ. അങ്കിൾ എന്താ ചെയ്തേ? ദേവസേനെ ഭദ്രമായിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് ഒന്ന് എത്തിക്കണേ. ശരി മോളെ. എന്നോട് മാത്രം അങ്ങോട്ട് പോവാൻ പറയണേ എന്തിനാ? ചേച്ചിയും വന്നേ. ഞാൻ കണ്ണഴകിമയെ ഒന്ന് കാണാൻ വന്നതാ. അമ്മ പുറത്തു പോയിരിക്കാ. വന്ന ഉടനെ ഞാൻ സംസാരിച്ചിട്ട് വരാം. നീ ഇവരുടെ കൂടെ നല്ല കുട്ടിയായിട്ട് പോയിക്കോ കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് ഗംഗ ചേച്ചി രക്ഷപ്പെട്ടു. പക്ഷെ അച്ഛൻ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഞാൻ രക്ഷപ്പെട്ടു വന്ന പോലെ തന്നെ അച്ഛനും രക്ഷപ്പെട്ട് കാണും മോളെ. അച്ഛൻ തിരിച്ച് വീട്ടിലെത്തിയാ മോളെ കണ്ടില്ലെങ്കിൽ എന്നെയല്ലേ വഴക്ക് പറയാ. പറയുന്ന കേക്ക്. നീ വേഗം കൊട്ടാരത്തിലേക്ക് പോവാൻ നോക്ക്. ശരി, ഞാനെന്നാ പോവാ. ചേച്ചിയും വേഗം വരണേ. ശരി, ഞാൻ വരാം. സൂക്ഷിച്ചു കൂട്ടിയിട്ട് പോണേ. വാ മോളെ. മോളെ. ഗംഗ ആപത്തിലാണ്. ആ ധർമ്മജന്റെ കൈപ്പിടിയിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കളഞ്ഞല്ല, ഒരു രക്ഷയില്ല അല്ലേ? നന്ദിനി, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക്. നന്ദിനി, എന്നെ കൊത്തിയിട്ടും നിനക്ക് മതിയായില്ലേ? ഇനിയെങ്കിലും മതിയാക്കി കൂടെ. അങ്കിളിനെ വെറുതെ വിട് നന്ദിനി. ഞാൻ നിന്നെ കൊത്തിയിട്ടില്ല ഗംഗേ. നീ ഒരിക്കലും ചെയ്ത കാര്യം സമ്മതിക്കില്ലല്ലോ. അങ്കിളിനെ വെറുതെ വിട്. അദ്ദേഹം എന്നെ സഹായിക്കുന്ന ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. വിട്ടേക്ക്. ഞാനാണ് നിന്നെ കൊത്തിയതെന്ന് ഇവൻ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവന്റെ ദുഷ്ട മനസ്സ് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും നാൾ ചെയ്ത പാപങ്ങൾക്ക് ഇയാൾക്കുള്ള ശിക്ഷ മരണമാണ്. വേണ്ട നന്ദിനി, വേണ്ട. വിട്ടേക്ക്. അങ്ങനൊന്നും ചെയ്യരുത്. അങ്കിളെ, അദ്ദേഹത്തെ വെറുതെ വിട്. നന്ദിനി. നീ കൊല്ലാൻ ശ്രമിച്ചത് ആരെയാണെന്ന് നിനക്ക് അറിയാമോ ധർമ്മജ? എന്റെ സഹോദരിയെയാ. എന്റെ അനിയത്തെ കൊന്നിട്ട് ആ പഴി കൂടി എന്റെ മേലേക്ക് ഇടുകയാണല്ലേ? കൊല്ലും ഞാൻ നിന്നെ. ഞാൻ അറിഞ്ഞില്ല. നീ ഇനി ഇങ്ങനെ കെഞ്ചിക്കരഞ്ഞിട്ടൊന്നും കാര്യമില്ല.
വിഷം ഞാൻ പുറത്തെടുത്തു ഗംഗെ. ഇനി നിനക്ക് ആപത്തില്ല. മയക്കം തെളിയുന്നവരേക്കും നീ ഇവിടെ തന്നെ കിടക്ക. അർണേട്ടാ, അർണേട്ടാ, കണ്ണു തുറക്ക അർണേട്ടാ, അർണേട്ടാ. ജാനകി, അയ്യോ ലോറി മുട്ടിട്ട് ഇവനെന്തൊന്നും പറ്റാത്തെ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അർണേട്ടാ, അർണേട്ടാ, ഇനി ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതാകപ്പാടെ പ്രശ്നമാവും. സ്കൂട്ട് അയക്കാം. എടാ എന്താടാ ഇത്? ഡ്രൈവറില്ലാതെ കാറ് മാത്രം വന്നേക്കണത്. പേഴ്സിന്റെ പുറകിലുണ്ട് കേട്ടാ. സിസ്റ്ററെ പെട്ടെന്ന് വാ, സ്ട്രെച്ചർ എടുക്ക്. നീക്കണേ ഇത് പിടിക്കണമെന്ന്. പതുക്കെ 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 സ്ട്രക്ചറിലേക്ക് എടുത്ത്.
വേഗം ഡോക്ടറെ വിളി. ഗംഗ ചേച്ചി അച്ഛനെയും കൊല്ലാൻ പോവാന്ന് ധർമ്മജനങ്ങൾ പറയുന്നത് കേട്ടു ഞാൻ. നീ രക്ഷപ്പെട്ടു ഗംഗെ. ഇനി നിനക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നില്ല. ഞാൻ പോയി അരുൺ എവിടെയാണെന്ന് നോക്കട്ടെ. നിനക്ക് വരാനിരുന്ന ആപത്ത് അരുണേട്ടനോട് പറഞ്ഞു നിന്നെ രക്ഷിക്കാന്നാ ഞാൻ കരുതിയ. പക്ഷെ അതിനിടയ്ക്ക് അരുണേട്ടന് ആക്സിഡന്റ് പറ്റി. ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചിട്ട് വരിക. ഇപ്പൊ അരുണേട്ടൻ രക്ഷപ്പെട്ടെങ്കിലും നീ പോയല്ലോ ഗംഗെ. ഭാഗ്യം കൊണ്ട് അരുൺ ആപത്തൊന്നുമില്ല. എടി ജാനകി, നീയും വന്നത് നന്നായിടി. നീ വന്നത് കണ്ടിട്ടായിരിക്കും ആ നന്ദിനി നാഗ ഇവിടുന്ന് പോയത്. ഞാൻ ഗംഗയുടെ മേൽ കുത്തിവെച്ച വിഷം നന്ദിനി പുറത്തെടുത്ത് അവളെ രക്ഷിച്ചിരിക്കും അല്ലേ? ഇപ്പൊ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഗംഗയെ കൊല്ലും ഞാൻ. ഗംഗയ്ക്ക് ഒരു കുഴപ്പമില്ല. അവളെ ഞാൻ രക്ഷപ്പെടുത്തി. അതോർത്ത് വിഷമിക്കണ്ട. ഇവൻ ഇനി ഇങ്ങനെ തുടരാൻ അനുവദിക്കരുത്. എടി, എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? ഈ ഏലസ് എന്റെ കയ്യിലുള്ളിടത്തോളം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അനുസരിക്കാതെ എന്റെ അരുണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചല്ലേ നീ? ഇനി നിന്നെ വെറുതെ വിടാൻ പാടില്ല. ഇതുപോലെ തെറ്റുകൾ ആവർത്തിക്കാൻ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല ധർമ്മജ. ഒരു നിമിഷം പോലും നീ ഇനി ഉണ്ടാവരുത്.
ജാനകി എന്നെ വെറുതെ ഇവിടെ ഈ ജന്മത്തിൽ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. എന്നെ വെറുതെ ഇവിടെ ജാനകി അരുത് അരുത്. ജാനകി എന്നെ വെറുതെ ഇവിടെ എന്നോട് ക്ഷമിക്കേ. ജാനകി മോളെ എന്നൊന്നും ചെയ്യല്ലേ. എന്നെ വെറുതെ വിട്ടേരെ. ജാനകി എന്നെ രക്ഷിക്കേ. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. ജാനകി അരുത് മോളെ അരുത് മോളെ എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി ഗംഗയെ ജാനകി സംരക്ഷിച്ചോളൂ. ആകെ തകർന്നല്ലോ.